ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. രാജ്യത്തെ പ്രതിരോധ സേനയുടെ ധീരതയും വൈദഗ്ധ്യവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകത്തിന് വ്യക്തമായതായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച. ഇന്ത്യയിലെ യുവാക്കളെ ആത്മവിശ്വാസവും അച്ചടക്കവുമുള്ള പൌരന്മാരാക്കുന്ന പ്രസ്ഥാനമാണ് NCC എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ചികിത്സാ പിഴവ് കാരണമുള്ള മരണങ്ങൾ വർദ്ധിച്ചു വരുന്നതായി പ്രതിപക്ഷം നിയമസഭയിൽ. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മികച്ചതാക്കാൻ സർക്കാരിന് സാധിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. ലോക കേരള സഭയുടെ 5ാം സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. 125 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 പരമ്പരയിലെ 5ാം മത്സരത്തിനായി ഇരു ടീമുകളും നാളെ തിരുവനന്തപുരത്തെത്തും. 4ാം മത്സരം ഇന്ന് രാത്രി വിശാഖപട്ടണത്ത്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പ്രതിരോധ സേനയുടെ ധീരതയും വൈദഗ്ധ്യവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകത്തിന് വ്യക്തമായതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യക്കെതിരായ ഏതൊരു ഭീകരാക്രമണത്തിനും തക്കതായ പ്രതികരണം ലഭിക്കുമെന്ന ശക്തമായ സന്ദേശം രാജ്യം നൽകിയതായും രാഷ്ട്രപതി പറഞ്ഞു. ബജറ്റ് സമ്മേളനത്തോട് അനുബന്ധിച്ച് പാർലമെന്റിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഗ്രാമീണ മേഖലയിൽ തൊഴിൽ വികസനം ഉറപ്പാക്കാനായി കൊണ്ടുവന്ന VBG-റാംജി നിയമം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുമെന്നും അവർ പറഞ്ഞു. സർക്കാരിന്റെ മികച്ച നയങ്ങളും സംരംഭങ്ങളും രാജ്യത്തെ കാർഷികോൽപാദനത്തിൽ ദ്രുതഗതിയിലുള്ള വർധനവിന് കാരണമായി. വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയ്ക്ക് 2026 ഒരു സുപ്രധാന അടിത്തറ പാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. पिछले एक दशक में गरीबों के 4 करोड़ पक्के घर बने. बीते एक वर्ष में 32 लाख नए घर गरीबों को मिले. जीवन मिशन के 5 वर्षों में 12.5 करोड़ नए परिवारों तक पाइप से पानी पहुंचाया गया. सरकार दलितों, पिछड़ों, वंचितों, जनजातीय समाज सभी के लिए पूरी संवेदनशीलता से काम कर रही है. सबका साथ सबका विकास का विजन देश के हर नागरिक के जीवन में सकारात्मक प्रभाव ला रहा है. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തോട് അനുബന്ധിച്ച് സാമ്പത്തിക സർവേ നാളെ സമർപ്പിക്കും. ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് കേന്ദ്ര ബജറ്റ്. ഇന്നു മുതൽ അടുത്ത മാസം 13 വരെയും മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും 2 ഘട്ടങ്ങളിലായി 30 ദിവസമാണ് സഭ ചേരുക. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ത്യയുടെ ശ്രദ്ധേയമായ വികസന യാത്രയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തവും സ്വയം പര്യാപ്തവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന പൊതുവായ അഭിലാഷം പ്രസംഗത്തിലുടനീളം പ്രകടമായിരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ യുവാക്കളെ ആത്മവിശ്വാസവും അച്ചടക്കവും സംവേദനക്ഷമതയുമുള്ള പൌരന്മാരാക്കുന്ന പ്രസ്ഥാനമാണ് NCC എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ കരിയപ്പ പരേഡ് ഗ്രൗണ്ടിൽ വാർഷിക NCC PM റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. NCCയിൽ അതിർത്തി തീരദേശ മേഖലകളിൽ നിന്നുള്ള പങ്കാളിത്തം വർദ്ധിച്ചതായും പെൺകുട്ടികളുടെ പങ്കാളിത്തം ഉയർന്നതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. बीते वर्षों में NCC कैडेट्स की संख्या 14 लाख से बढ़कर 20 लाख हो चुकी है. खासकर हमारे बॉर्डर एरियाज में, कोस्टल एरियाज में NCC कैडेट्स की संख्या में काफी वृद्धि हुई है. मेरे युवा साथियों, NCC युवाओं का मंच है और इस मंच पर अपनी विरासत को भी गौरव के साथ जिया जाता है. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ഇന്ത്യയിലെ പരമ്പരാഗത വൈദ്യസേവനങ്ങളെ ഉത്തേജിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചാരിറ്റബിൾ ആശുപത്രിയുടെ ശതാബ്ദി ആഘോഷങ്ങളെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആയുർവേദത്തെ ശക്തമായ ചികിത്സാ സമ്പ്രദായമാക്കി മാറ്റാൻ 125 വർഷത്തെ പ്രവർത്തനത്തിലൂടെ സ്ഥാപനത്തിന് സാധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ആര്യവൈദ്യശാല സ്ഥാപകനായ വൈദ്യരത്നം PS വാര്യരുടെ സംഭാവനകളെ അദ്ദേഹം അനുസ്മരിച്ചു. ആയുർവേദവും അലോപ്പതിയും ഒന്നിച്ച് മുന്നേറിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചാരിറ്റബിൾ ആശുപത്രിയുടെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ആയുർവേദ രംഗത്ത് ഗവേഷണം ശക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
തിരുവനന്തപുരം വിളപ്പിൽശാല ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന ആരോപണത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന്മേൽ നിയമസഭയിൽ ചർച്ച നടന്നു. PC വിഷ്ണുനാഥ് ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ചികിത്സാ പിഴവ് മൂലം രോഗികൾ മരിക്കുന്ന സംഭവം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എന്നാൽ ബിസ്മിറിന് സാധ്യമായ എല്ലാ ചികിത്സയും നൽകിയെന്നും പരാതിയിന്മേൽ അന്വേഷണം ആരംഭിച്ചതായും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മികച്ചതാക്കാൻ സർക്കാരിന് സാധിച്ചതായും മന്ത്രി വ്യക്തമാക്കി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ചർച്ച നിയമസഭയിൽ ഇന്നും തുടരുന്നു. സംസ്ഥാനത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഫലപ്രദമായ ഇടപെടലാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ സഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്ത് വനിതാ സംരംഭകത്വ പാർക്ക് ആരംഭിക്കുമെന്ന് മന്ത്രി P രാജീവ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലുള്ള MSMEകൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 40% വനിതാ സംരംഭകർ. അത് കേരളത്തിന് അഭിമാനിക്കാൻ കഴിയാവുന്ന ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത വനിതാ പങ്കാളിത്തമാണ്. അതുകൊണ്ട് വനിതാ സംരംഭകത്വ പാർക്ക് ആരംഭിക്കണമെന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. സഹകരണ വ്യവസായ പാർക്കുകൾ സഹകരണ വകുപ്പുമായി ചേർന്ന് വികസിപ്പിക്കാനുള്ള പദ്ധതിയുണ്ട്. ഒരു സ്കിൽ ഡെവലപ്മെന്റ് യൂണിവേഴ്സിറ്റി അത് ഈ കാഴ്ചപ്പാടിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ തിരുത്ത് സംബന്ധിച്ച കത്ത് മാധ്യമങ്ങൾക്ക് ചോർത്തിയെന്ന സ്പീക്കറുടെ പ്രസ്താവനയെ വിമർശിച്ച് ലോക്ഭവൻ. ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും കത്ത് നേരിട്ട് സ്പീക്കർക്ക് നൽകുകയായിരുന്നുവെന്നും ലോക്ഭവൻ വ്യക്തമാക്കി. 7ാമത് ഇന്ത്യ ഇന്റർനാഷണൽ കടൽ പായൽ ഉച്ചകോടിയും പ്രദർശനവും നാളെ കൊച്ചിയിൽ ആരംഭിക്കും. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന 2 ദിവസത്തെ ഉച്ചകോടി കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP മുതിർന്ന നേതാവുമായ അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ ബാരാമതി വിമാന അപകടം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കും. അപകടത്തിൽ പവാർ ഉൾപ്പെടെ 5 പേരാണ് മരണമടഞ്ഞത്. അജിത് പവാറിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. വിദേശത്ത് ജനിച്ച ഇന്ത്യക്കാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി ഓഫ്ലൈനായി BLO വഴിയോ ERO വഴിയോ അപേക്ഷിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. നേരത്തെ ഫോം 6-ലോ ഫോം 6A-യിലോ അപേക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. ഈ സംവിധാനം വഴി 1,37,162 പ്രവാസികൾ അപേക്ഷ നൽകിയതായും ശ്രീ കേൽക്കർ അറിയിച്ചു. ലോക കേരള സഭയുടെ 5ാം സമ്മേളനം നാളെ മുതൽ ഞായറാഴ്ച വരെ തിരുവനന്തപുരത്ത് നടക്കും. സ്റ്റുഡന്റ് മൈഗ്രേഷൻ പോർട്ടൽ, ലോക കേരളം ഓൺലൈൻ സേവനങ്ങൾ എന്നിവ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. നാളെ വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിന് ശേഷം വെള്ളി, ശനി ദിവസങ്ങളിലായി നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാവും ലോക കേരള സഭ നടപടികൾ പുരോഗമിക്കുക. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ 125 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിന് എത്തും. പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ലോക കേരള സഭയുടെ വിവിധ സമ്മേളനങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യും. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മണിക്ക് വിശാഖപട്ടണത്താണ് മത്സരം. പരമ്പരയിലെ 5ാം മത്സരത്തിനായി ഇരു ടീമുകളും നാളെ തിരുവനന്തപുരത്തെത്തും. ശനിയാഴ്ച രാത്രി 7 മണിക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 2026 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം വിഖ്യാത എഴുത്തുകാരി അരുന്ധതി റോയ്ക്ക്. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളത്തു നിന്നും മലപ്പുറം തിരുനാവായയിലെ മഹാമാഘ മഹോത്സവ വേദിയിലേക്കുള്ള ധർമ്മജ്യോതി രഥയാത്രയ്ക്ക് തുടക്കമായി. മൗനയോഗി സ്വാമി ഹരിനാരായണനാണ് രഥയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ധർമ്മജ്യോതി 30-ന് തിരുനാവായയിൽ എത്തും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യഹർജി പരിഗണിക്കുക. സംസ്ഥാനത്തെ 17 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതോടെ സംസ്ഥാനത്തെ ആകെ 302 ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് NQAS അംഗീകാരം ലഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ പ്രതിരോധ സേനയുടെ ധീരതയും വൈദഗ്ധ്യവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകത്തിന് വ്യക്തമായതായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച. ഇന്ത്യയിലെ യുവാക്കളെ ആത്മവിശ്വാസവും അച്ചടക്കവുമുള്ള പൌരന്മാരാക്കുന്ന പ്രസ്ഥാനമാണ് NCC എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ചികിത്സാ പിഴവ് കാരണമുള്ള മരണങ്ങൾ വർദ്ധിച്ചു വരുന്നതായി പ്രതിപക്ഷം നിയമസഭയിൽ. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മികച്ചതാക്കാൻ സർക്കാരിന് സാധിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്.
2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. ലോക കേരള സഭയുടെ 5ാം സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. 125 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 പരമ്പരയിലെ 5ാം മത്സരത്തിനായി ഇരു ടീമുകളും നാളെ തിരുവനന്തപുരത്തെത്തും. 4ാം മത്സരം ഇന്ന് രാത്രി വിശാഖപട്ടണത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.